രാമക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കില്ലെന്നത് CPIMന്റെ വ്യക്തമായ രാഷ്ട്രീയ നിലപാടെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് BJP രാമക്ഷേത്രത്തെ രാഷ്ട്രീയ ആയുധമാക്കുകയാണെന്നും യെച്ചൂരി കണ്ണൂരിൽ പറഞ്ഞു. വിശ്വാസത്തെ ബഹുമാനിക്കുന്ന പാർട്ടിയാണ് CPIM എന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. എന്നാൽ മതത്തിലും വിശ്വാസത്തിലും രാഷ്ട്രീയം കലർത്തുന്നതിനും രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നതിനും എതിരാണ്. BJP മതവികാരത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ദുരുപയോഗം ചെയ്യുന്നതിന്റെ തെളിവാണ് രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങ്. ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും യെച്ചൂരി ചൂണ്ടിക്കാട്ടി. Religion cannot be politicized and be an instrument of state policy. The state in India, the constitution is very clear, does not either profess or patronize any religion. But here this function is going to be, the inauguration is going to be done by the Prime Minister of India in the presence of the UP Chief Minister and maybe other constitutional, those who are holding constitutional positions. We think this is the gross misuse of the religious sentiments of the people. രാമക്ഷേത്ര ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നതിനെക്കുറിച്ച് അഭിപ്രായം പറയാനില്ല. അത് ആ പാർട്ടിയുടെ നിലപാടനുസരിച്ചായിരിക്കുമെന്നും യെച്ചൂരി പറഞ്ഞു. You see, on this there is no question of being concerned. Every party has its right to decide on what should be its approach. We have decided on the basis of our understanding and our basis. So the other parties. പെഗാസസിൽ കേന്ദ്ര സർക്കാർ ഒളിച്ചു കളിക്കുകയാണെന്നും മാധ്യമപ്രവർത്തകരെയും പ്രതിപക്ഷ നേതാക്കളെയുമാണ് ലക്ഷ്യം വെക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. The government of India was equivocal. It neither said that it engaged Pegasus, because Pegasus can be engaged only by the governments. That the Israeli authority has made it very clear. Neither did he deny engaging the Pegasus spyware. നവകേരള സദസ്സിലൂടെ കേരളം വീണ്ടും രാജ്യത്തിന് വഴികാട്ടിയായെന്നും കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ CPIM ജനറൽ സെക്രട്ടറി പറഞ്ഞു. കൈരളി ന്യൂസ്, കണ്ണൂർ.